പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. കുട്ടനെല്ലൂർ കോളേജ് ഹെലിപ്പാഡിൽ 2 മണിയോടെ പ്രധാനമന്ത്രി ഇറങ്ങും. തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് തേക്കിൻകാട് മൈതാനം വരെ 1 കിലോമീറ്ററാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. 3 മണിക്കാണ് പൊതുസമ്മേളനം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക് പോകുന്നു. തേക്കിൻകാട് മൈതാനത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ? റോഡ് ഷോ, ഒപ്പം പ്രധാനമന്ത്രിയുടെ വരവ്, അതിന്റെ സമയം ഉൾപ്പെടെ. എൽദോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്താൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണികണ്ഠനാൽ പരിസരത്താണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തും പോലീസ് തീർത്ത ബാരിക്കേഡിനപ്പുറം BJP പ്രവർത്തകർ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുവഴിയാണ് റോഡ് ഷോയുമായി കടന്നു വരിക. ആ വഴിയുടെ ഇരുവശത്തും ആളുകൾ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകളുമായുള്ള വാഹനങ്ങൾ നഗരത്തിലേക്ക് എത്തി അവരെ ഇവിടെ ഇറക്കി വിവിധ ഇടങ്ങളിൽ നിർദ്ദിഷ്ട പാർക്കിംഗ് സ്പേസുകളിലേക്ക് പോവുകയാണ്. വലിയ ഒരുക്കങ്ങൾ. അതേ സമയം മണികണ്ഠനാൽ പരിസരത്തുള്ള ഈ കവാടത്തിലൂടെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി അവിടെ നിന്നാണ് സദസ്സിലേക്ക് വനിതകളെ കടത്തിവിടുന്നത്. 2 ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു സമ്മേളനം BJP അവരുടെ വലിയ ഒരു ശക്തി പ്രകടനമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം റോഡ് ഷോ, ഒരു മിനി പൂരത്തിന് സമാനമായ ആൾക്കൂട്ടം ഈ സമയം തൃശ്ശൂരിൽ ഉണ്ടാകും. നമുക്കറിയാം, BJPയെ സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെ ഒരു പ്രഖ്യാപനമായിട്ടൊന്നും ഇന്നുണ്ടാകില്ല എങ്കിൽ പോലും ഈ മഹിളാ സമ്മേളനത്തിൽ മോദിക്കൊപ്പം അദ്ദേഹം വേദി പങ്കിടുക എന്നത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ തൃശ്ശൂരിൽ എന്താണ് BJP ഉദ്ദേശിക്കുന്നത് എന്ന് ആ കാഴ്ചയിലൂടെ BJP പറയുകയാണ്. കാരണം മോദി ഈ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും വോട്ടഭ്യർത്ഥനകളൊക്കെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തൃശ്ശൂരിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോദിയുടെ സാന്നിധ്യത്തിൽ, നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി വേദി പങ്കിടുന്നത് BJP നൽകുന്ന ഒരു സന്ദേശമാണ്, കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അതോടൊപ്പം തന്നെ മഹിളകളെ അണിനിരത്തി സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റാർഡം, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ടുകൾ നേടാനുള്ള ഒരു കഴിവുണ്ടെന്ന് BJP കരുതുന്നു. അതെല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. തൃശ്ശൂരിൽ മാത്രമല്ല ഇത് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ BJP നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണങ്ങളുടെ തുടക്കമായിട്ടാണ് തൃശ്ശൂരിലെ ഈ മഹിളാ സമ്മേളനത്തെ കാണുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 2 മണിയോടെ അദ്ദേഹം കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗം ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നു. ആ സ്വരാജ് റൗണ്ടിൽ നിന്ന് ജനറൽ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം ഇതുവഴി തുറന്ന വാഹനത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നായ്ക്കനാൽ പരിസരത്തേക്ക് എത്തുന്നു. അവിടെയാണ് പരിപാടിയുടെ വേദിയുള്ളത്. അവിടെ നിന്നും അദ്ദേഹം ഈ സദസ്സിൽ ഇരിക്കുന്ന 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ അവരുടെ അഭിസംബോധന ചെയ്ത്, അല്ലെങ്കിൽ അവരെ വിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം നേരെ വേദിയിലേക്ക് എത്തുക. 4 മണിവരെ അദ്ദേഹം ഈ തൃശ്ശൂരിലുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രസംഗം 3:15 ആരംഭിക്കുക എന്നാണ് അറിയുന്നത്. 3/4 മണിക്കൂർ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മഹിളാ മോർച്ചയുടെയും BJPയുടെയും ഭാരവാഹികൾ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം ഈ വേദിയിൽ ഉണ്ടാകും. അത്തരത്തിലൊരു വലിയ സന്ദേശം, രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വികസന സന്ദേശം വീടുകളിലേക്ക്, വീട്ടമ്മമാരിലൂടെ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJPയുടെ ആ ശ്രമങ്ങളുടെ തുടക്കമാണ് ഇവിടെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും തൃശ്ശൂർ നഗരം സുരക്ഷാ വലയത്തിലാണ്. വഴികളെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ നിയന്ത്രണം, കൃത്യമായ നിർദ്ദേശിച്ച ഇടങ്ങളിലൂടെ മാത്രമാണ് ആളുകൾക്ക് കാത്തു നിൽക്കാൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ കഴിയുക. വലിയ മുന്നൊരുക്കങ്ങൾ, 4000-ഓളം പോലീസുകാരെ കുട്ടനെല്ലൂർ മുതൽ തൃശ്ശൂർ ഈ പരിപാടി നടക്കുന്ന വേദി വരേക്കും പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും തൃശ്ശൂർ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനും. എൽദോ.
അനുമത് ഒരുപാട് ജനങ്ങൾ അവിടേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും നടത്തിയിട്ടുമുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ. ഇപ്പം ഈ സ്വരാജ് റൗണ്ടിലെയൊക്കെ ട്രാഫിക് ഒക്കെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്? മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ഈ ഗതാഗതമൊക്കെ എങ്ങനെയാണ് വഴിതിരിച്ചു വിടുന്നത്? തൃശ്ശൂർ നഗരത്തിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. നമുക്കറിയാം, തൃശ്ശൂർ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരമാണ്. തെക്കൻ മേഖലയിലേക്കും വടക്കൻ മേഖലയിലേക്കും എല്ലാം KSRTC അടക്കമുള്ള പ്രധാന വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഇടമാണ്. തൃശ്ശൂർ നഗരം ഒഴിവാക്കി പൂങ്കുന്നം, അയ്യന്തോൾ തുടങ്ങി ഒല്ലൂർ മുഖേന ഒല്ലൂര്, അതേപോലെ തന്നെ പട്ടിക്കാട്, അങ്ങനെ തൃശ്ശൂർ നഗരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ട്രാഫിക് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ പ്രവർത്തകരെ കൊണ്ടുവരുന്ന ബസ്സുകളാണ്. അവരെ നിർദ്ദിഷ്ടമായ സ്ഥലത്ത് ഇറക്കിയതിന് ശേഷം പൂങ്കുന്നം, അയ്യന്തോൾ, അതേപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് പാർക്കിങ്ങിനുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. അവിടേക്ക് ആ ബസ്സുകൾ തിരിച്ചു പോകണം. ഈ നഗരത്തിൽ ഈ റൗണ്ടിൽ പോലീസിന്റേതും അതുപോലെ പോലീസ് അനുവദിച്ചതുമല്ലാത്ത ഒരു വാഹനങ്ങളും ഉണ്ടാവുകയില്ല. അത്രമാത്രം വലിയ ഒരു ജനക്കൂട്ടത്തെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷത്തിലധികം വനിതകളുണ്ടാകും, അതിനൊപ്പം 1 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടാകും. അത്തരത്തിൽ 3 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന ഒരു മഹാസമ്മേളനം, അത് തൃശ്ശൂർ പൂരത്തിന് സമാനമായ ഒരു തിരക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അത് നിയന്ത്രിക്കുവാൻ വാഹനങ്ങളുടെ നിയന്ത്രണം വേണം. അത് പോലീസ് നേരത്തെ തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഈ പാർട്ടി പ്രവർത്തകരെയും സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളവരെയും ഇറക്കി വാഹനങ്ങൾ തിരിച്ചു പോകുന്നു. എന്താണെങ്കിലും 4 മണിക്ക് ശേഷം ഈ നരേന്ദ്രമോദി തിരിച്ചു പോയതിനു ശേഷം മാത്രമേ ഇവിടെ ഈ ഒരു ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് അല്പം ഇളവ് വരികയുള്ളൂ. വലിയ ജനത്തിരക്ക് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള ഒരു തിരക്കാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയുടെ വേദിയിലേക്ക് മാധ്യമങ്ങൾക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത്. കൃത്യമായി അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ ANI വഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴിയും ദൂരദർശൻ വഴിയും ഒക്കെ മാത്രമാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക. കാരണം കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് വരെ ഈ ഒരു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ റൗണ്ടിൽ പോലും അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക. കാരണം ഈ അദ്ദേഹം വരുന്ന ഈ ഒരു വഴി പൂർണ്ണമായിട്ടും ആരും ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉറപ്പാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. വലിയ തിരക്കിനെ മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അനുമതി തുടരുക. അവിടെ തന്നെ നമ്മൾ ഇനിയും തിരികെ എത്തും. ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, ഇത് വളരെ രാഷ്ട്രീയമായി ഒരു ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. അത് സ്ത്രീശക്തി ആ സമ്മേളനത്തിനാണ് പങ്കെടുക്കാൻ വരുന്നത് എങ്കിൽ പോലും അതിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂർ അത്തരമൊരു സ്ഥലമായി കണ്ടത് തന്നെ ഇത്തരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടത്താനുള്ള പ്രധാന ഇടമായി കണക്കാക്കിയത് തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ കരുതണം ഈ പ്രധാനമന്ത്രിയുടെ വരവും BJP അതിനെ എത്തരത്തിൽ ഉപയോഗിക്കുമെന്നും കരുതണം ടോം? എന്തോ തീർച്ചയായും, കാരണം രാഷ്ട്രീയ തൃശ്ശൂരിൽ നിന്ന് പ്രധാനമന്ത്രി ഞാൻ ടോമിലേക്ക് മടങ്ങിയെത്താം. അനുമോദിലേക്ക് തന്നെ വീണ്ടും വരുന്നു. അനുമോദ്, ഇപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് നിർണായകമാണ്. ഇന്ന് രാവിലെ കെ സുരേന്ദ്രൻ BJP അധ്യക്ഷൻ പറഞ്ഞത് പ്രഖ്യാപനത്തിന്റെ ഒരു വേദി സമ്മേളനങ്ങളല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ഒരു താല്പര്യം ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത കണക്കാക്കുന്നുണ്ടോ BJP നേതൃത്വം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്? എൽദോ, സുരേന്ദ്രന്റെ വാക്കുകൾ അത് നമ്മൾ ഒന്ന് കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്ന രീതിയല്ല BJPക്കുള്ളത്. അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്, അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അത് പാർട്ടി തലങ്ങളിലൂടെ ചർച്ച ചെയ്ത് ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ തൃശ്ശൂരിലെ സവിശേഷ സാഹചര്യമാണുള്ളത്. കേരളത്തിൽ മറ്റെവിടെയും ഒരു മണ്ഡലത്തിലും
ഒരു വ്യക്തിയുടെ പേര് മാത്രം ഏതെങ്കിലും ഒരു പാർട്ടി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നില്ല. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മാത്രമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് സഹായങ്ങളും നൽകിയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയും അത്തരത്തിലുള്ള ഒരു സജീവ ഇടപെടൽ അദ്ദേഹം തൃശ്ശൂരിൽ ഓരോ മേഖലയിലും നടത്തുന്നുണ്ട് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മഹിളാ സമ്മേളന വേദിയിൽ നരേന്ദ്രമോദിയും സംസ്ഥാന BJPയിലെ ഉന്നത നേതാക്കളും BJP കോർ കമ്മിറ്റി നേതാക്കൾക്കും പുറമെ സുരേഷ് ഗോപിയും ഈ ഒരു സമ്മേളനത്തിന്റെ നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട്. ഇതിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി, അതായത് തൃശ്ശൂരിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ രാഷ്ട്രീയ മേഖലയിൽ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും, തൃശ്ശൂരിൽ എന്നിട്ട് ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി തന്നെ താൻ പങ്കെടുക്കുന്ന ഒരു പ്രധാന പരിപാടിയുടെ വേദിയിൽ ഒരുമിച്ച് ഇരുത്തുക, അദ്ദേഹത്തെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അതൊരു പ്രഖ്യാപനമായിട്ട് തന്നെ വേണം കാണാൻ. കാരണം ഇതിൽ മറ്റൊരു നേതാക്കൾ, ഈ BJPയുടെ സംസ്ഥാന നേതാക്കളോ കോർ കമ്മിറ്റി നേതാക്കളോ അല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഇതിലൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയുടെ വിലയിരുത്തൽ, BJPക്ക് ഈ രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. അദ്ദേഹത്തിന് സ്റ്റാർഡം, അതേപോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളുടെ കൂടെ നിന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. അതായത് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപിയുടെ എന്ന് BJP നേതൃത്വം കരുതുന്നുണ്ട്. സ്ത്രീകൾ, അതായത് വീട്ടമ്മമാർ, അവരുടെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നുണ്ട്. മഹിളാ സമ്മേളനം പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടുന്നതിന്റെ രാഷ്ട്രീയം തന്നെ സ്ത്രീ വോട്ടുകൾ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിഗത വോട്ടുകളായിട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക് സുരേഷ് ഗോപി നിൽക്കുകയാണെങ്കിൽ ലഭിക്കുമെന്നൊരു കണക്കൂട്ടൽ നേതൃത്വത്തിനുണ്ട്. അത്തരത്തിൽ വ്യക്തമായിട്ടും വിളിച്ചു പറയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ മഹിളാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത്. സുരേഷ് ഗോപി ഒരക്ഷരം പ്രസംഗിച്ചില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി ആ വേദിയിലുണ്ടെങ്കിൽ അത് കൃത്യമായ സന്ദേശമാണ്, രാഷ്ട്രീയ സന്ദേശമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. എക്സാക്ട്ലി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ടോം, ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദിയിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെ അതൊരു പ്രഖ്യാപനമായി കണക്കാക്കണം. ഒപ്പം തന്നെ ഈ സഭാ നേതൃത്വമായുള്ള ചർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ടോ ഇവിടെ BJP? പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വരവ്, അത് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഒരു ഇടമാണ് തൃശൂർ. ആ ഒരു സാഹചര്യത്തെയൊക്കെ മുതലാക്കാനുള്ള ഒരു ശ്രമം ഇന്ന് തന്നെ ഉണ്ടാകുന്നു. എൽദോ, അങ്ങനെയില്ല. കാരണം ഇന്നത്തെ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി സ്ത്രീകളുടെ, അതായത് സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ റോഡ് ഷോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. 2 സൈഡിലും ബാരിക്കേഡ് കെട്ടിയും പ്രവർത്തകരെ അണിനിർത്തിയിട്ടുണ്ട്. അതായത് 1,00,000-ലധികം വരുന്ന BJP പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് സ്വാഗതം നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായി ഇപ്പോൾ തന്നെ, അതായത് ഈ 2 മണിക്ക് 2:30ക്കാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് BJP പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും, അതായത് ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും 1 കിലോമീറ്ററിലധികം വരുന്ന റോഡ് ഷോ 2:30ക്കാണ് ആരംഭിക്കുന്നത്. ഇവിടെ വെച്ചാണ്, ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അദ്ദേഹത്തെ BJP നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യും. അതിനുശേഷമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഗുജറാത്തിൽ നിന്നും പ്രത്യേകമായി എത്തിച്ച തുറന്ന വാഹനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പൊതുസമ്മേളനം. സ്ത്രീകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. എന്തായാലും
രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. പലയിടങ്ങളിലും സുരേഷ് ഗോപി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പല പോസ്റ്ററുകളും ഇപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ എൽദോ സൂചിപ്പിച്ചതുപോലെ മത പുരോഹിതന്മാരെ മതസംഘടനകളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. നിലവിൽ അത്തരമൊരു പരിപാടികളെക്കുറിച്ചൊന്നും നിലവിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീ വോട്ടർമാരെയാണ്. കാരണം 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുക? പ്രധാനപ്പെട്ട ശോഭന, PT ഉഷ, മിന്നു മണി, അതോടൊപ്പം ഇടുക്കിയിലെ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ വേദിയിൽ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചില സൂചനകളുണ്ട്. പക്ഷേ എന്തായാലും 1000-ലധികം വരുന്ന കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച, കഴിവ് തെളിയിച്ച സ്ത്രീകൾ ഈ പരിപാടിയിൽ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകളുമായി, കാരണം നമുക്കറിയാം ഈ സമീപകാലത്ത് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJP വലിയ നേട്ടം കൈവരിച്ചത്, വലിയ വിജയം സ്വന്തമാക്കിയത് അത് സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കേരളത്തിലും സ്ത്രീകളുടെ പിന്തുണ എത്രത്തോളം സ്വന്തമാക്കാൻ കഴിയും, ആർജിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കം, അതിൽ ഏറ്റവും പ്രധാനം സുരേഷ് ഗോപിയുടെ ഒരു സ്വീകാര്യത തന്നെയാണ്, അദ്ദേഹത്തിന്റെ താരപരിവേഷം തന്നെയാണ്. സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും BJP പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വലിയ രീതിയിലുള്ള മുന്നേറ്റം. കാരണം BJPയുടെ A+ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂർ പല 4 A+ മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ മുന്നേറ്റം BJPക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് തൃശ്ശൂർ തന്നെയാണ്. ഇത്തവണയും BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തൃശ്ശൂരിൽ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയും, ലോക്സഭയിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു സീറ്റ് സ്വന്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിൽ സുരേഷ് ഗോപി തന്നെയാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഇന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകുമോ എന്നതും കേരളം ഉറ്റുനോക്കുന്നുണ്ട്.